പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. യു പിയുടെ തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും അഭിലാഷിന്റെ സുഹൃത്തുക്കള് ഹത്രാസിലൊക്കെ പോയി ഇപ്പൊ ജയിലിൽ കിടക്കുന്നില്ലേ? ഇവിടെ ഉണ്ടായിരുന്നോ? അഭിലാഷൊക്കെ വലിയ ബഹളം വെക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ വിചാരിക്കുന്നത് ഭരണഘടനയും ജനാധിപത്യവുമുള്ള രാജ്യമാണിത് എന്നാണ്. ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്തമാനം പറയുന്നത്? അധികാരമുള്ള സർക്കാരിന് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെ UAPA ചുമത്തി തുറങ്കിലടയ്ക്കാം. അതൊക്കെ പറ്റും. അത് അധികാര പ്രയോഗമാണ് സാർ. ഫാസിസം എന്നും പറയും. അതൊരു മേന്മയായി പറയല്ലേ? തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. പത്ര റിപ്പോർട്ട് ചെയ്യാൻ പോയ ആളെ പിടിച്ച് ഞങ്ങൾ ജയിലിലിട്ടില്ലേ എന്നുള്ളത് അങ്ങൊരു വലിയ മേന്മയായി പറയല്ലേ? അവിടെയാണ് അല്ല, അതെ, രാജ്യവിരുദ്ധത ചെയ്യുമ്പോ ചിലപ്പോ ജയിലിൽ പോകും. ബലാത്സംഗത്തിനിരയായ പ്രക്ഷേപണം തടയും. ചെറുപ്പക്കാരിയുടെ വീട്ടിൽ പോകുന്നത് രാജ്യദ്രോഹമാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കുകളിൽ പുതിയ നിയമപുസ്തകങ്ങളെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഭരിക്കുന്നത് നിങ്ങളല്ലേ? അല്ല, അതെ, ബലാത്സംഗം ചെയ്യപ്പെടുന്ന ആളുകളുടെ ദൈന്യം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് രാജ്യദ്രോഹമാണ്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ എന്ത് ചെയ്യാൻ പറ്റും? നീ വെള്ളം ഇറങ്ങാതെ ചാവൂടാ. അതന്നെയാണ് പ്രശ്നം. നമ്മൾ സംസാരിച്ചുകൊണ്ട് വരുന്നത് നിങ്ങൾ ഇനിയും നിങ്ങളെ പോലത്തെ അത് മനസ്സിലായി. ബലാത്സംഗം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെ UAPA ചുമത്തി ജയിലിലടയ്ക്കും. ബലാത്സംഗം പരാതിപ്പെടുന്ന ആളുകളെ കൊന്നു കത്തിക്കും. അപ്പൊ പിന്നെ കണക്കുകളിൽ പിന്നെ റേപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ലല്ലോ. പിന്നെ നാണക്കെടുത്തി. അതെ, അങ്ങനെ സമ്മതിച്ചല്ലോ. അതെ, അങ്ങ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമുക്കറിയാമല്ലോ. അതെ, രാജ്യവിരുദ്ധത ചെയ്യുന്നവർക്ക് പൊന്നാട അണിയിക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്നിട്ട് അതുകൊണ്ടാണല്ലോ ഇവിടെയൊക്കെ ബലാത്സംഗം റിപ്പോർട്ട് ചെയ്താൽ സാധാരണ ഗതിയിൽ കേസെടുക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാം. അപ്പോ എന്തായാലും ഇവിടെ പത്രപ്രവർത്തകരും ഞാൻ കേട്ടില്ല. ഇവിടെ അങ്ങ് പറഞ്ഞതാണ് ബലാത്സംഗം റിപ്പോർട്ട് ചെയ്യാൻ പോയ ആളെ ജയിലിലടച്ചില്ലേ എന്ന്. ഇവിടെ അല്ല, ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനല്ലേ? ബലാത്സംഗം റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? സഖാക്കന്മാർ ബലാത്സംഗം ചെയ്താൽ റിപ്പോർട്ട് പോലും ചെയ്യാൻ പറ്റാത്ത സംസ്ഥാന കേരളം. ഒരു പിഞ്ചു കുഞ്ഞിന്റെ മൗലിക അവകാശമായ മുലപ്പാല് പോലും നിഷേധിക്കപ്പെട്ട സംസ്ഥാനമാണ് സാർ കേരളം. ഒറ്റ സീനേ ഉള്ളെങ്കിൽ എന്താ, ചെറുക്കൻ കീടേക്ക് തിമിർത്ത് ചർച്ച ചെയ്തു, അവർക്ക് നീതി വാങ്ങി കൊടുത്തല്ലോ. എത്ര ദിവസം ചർച്ച ചെയ്തു? ആരാണ് കൂടെ നിൽക്കാത്തത്? എനിക്ക് സമയം പോയി. അപ്പൊ വല്ലാതെ അതിന് ആ പറഞ്ഞ മുലപ്പാല് നിഷേധിച്ച സംഭവത്തിന് ഒപ്പം നിന്നിട്ടുണ്ട് കേരളം. അങ്ങനെയൊക്കെ വഴിയില്ലോ. അവരുടെ ഒപ്പം നിന്നിട്ടുണ്ട് കേരളം. ഞാൻ പറയട്ടെ, ഒരു പിടി അരി മോഷ്ടിച്ചതിന് തല്ലിക്കൊന്നിട്ട് അവന് കോടതിയിൽ ഗവൺമെന്റ് വക്കീല് ചെല്ലാത്ത സംസ്ഥാനമാണ് കേരളം.